റഹ്മത്തുള്ള തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് വളരെ സരളമായ രൂപത്തിൽ ഖുർആനിൻ്റെ ഓരോ സൂറത്തിൻ്റെയും മഹത്വങ്ങളാണ് കൂടുതലായി നാം മുന്നിൽ നൽകിയിട്ടുള്ളത്. ഈ പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്താണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൻ നിസാ എന്നാണ്. നിസാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എന്തുകൊണ്ടാണ് നിസാ എന്ന് ഈ സൂറത്തിന് പേരിടാൻ കാരണം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് സ്ത്രീകൾ എന്നർത്ഥം വരുന്ന നിസാ എന്ന് പേരിട്ടത്. ഹിജറയ്ക്ക് ശേഷമാണ് ഈ അദ്ധ്യായം അവതരിച്ചത്. 177 ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത്. ഈ അദ്ധ്യായം പാരായണം ചെയ്താലുള്ള മഹത്വങ്ങൾ ധാരാളമുണ്ട്. എല്ലാവരും നിസാ സൂറത്ത് പാരായണം ചെയ്താൽ എല്ലാ സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും പേരിൽ സംഭാവന ചെയ്തതുപോലെയായി എന്ന് കാണാം. ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതും ഷിർക്കിൽ നിന്ന് മോചനം ലഭിക്കുന്നതും അള്ളാഹു വിട്ടുകൊടുക്കുന്നവരുടെ പട്ടികയിൽ അവർ ഉൾപ്പെടുന്നതുമാണ്. അതുപോലെ തന്നെ വേറൊരു മഹത്വമാണ്, വിവാഹിതർ പ്രഥമരാത്രിയിൽ പാരായണം ചെയ്താൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 63-ാമത്തെ ആയത്ത്, അതുപോലെ 110-ാമത്തെ ആയത്ത്, ഈ 2 ആയത്തുകളും അംഗശുദ്ധി വരുത്തി, അതായത് വുളു എടുത്ത് ശേഷം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നിറവേറുമെന്നാണ്. അതുപോലെ തന്നെ 63, 110 ആയത്ത്, ആ 2 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുമെന്ന് ദുറുൽ മൻസൂർ പോലുള്ള തഫ്സീറുകളിൽ കാണാം. അതേപോലെ ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ, അവിടുന്ന് പനി പിടിച്ചവർക്ക് നിസാ സൂറത്തിലെ 28-ാമത്തെ സൂക്തവും അതുപോലെ ദുഹാൻ സൂറത്തിലെ 12-ാമത്തെ സൂക്തവും അൻആമിലെ 17-ാമത്തെ സൂക്തവും എഴുതി കൊടുത്തിരുന്നു പനി മാറാൻ. അപ്പോൾ നിസാ സൂറത്തിൽ 28-ാമത്തെ ആയത്തിനൊക്കെ വലിയ ഫലമാണ്. അങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.